ഇവനിതെന്താ ചെയ്യണവൻ? ഇവനെന്താ കല്യാണത്തിന് പോവാ? ഞങ്ങൾ ഒരുങ്ങിട്ട് അവിടുന്ന് ഇവിടെ എത്തിയല്ലോ. ഇതേ പിള്ളേര് സ്കൂളിട്ട് വന്നതിന് എനിക്ക് എന്റെ വീട്ടിൽ ചെല്ലണോട്ടാ. ചായ റെഡിയാക്കിണ്ട്. ഒരു ചായ കുടിച്ചിട്ട് പോയട്ടാ. ചായ ഒന്നും വേണ്ട, ചായ ഒന്നും കുടിക്കാൻ സമയമില്ല. ചേച്ചി കാപ്പിക്ക് എടുത്തു വെച്ചിരിക്കുക. ശീതള, ഞാൻ നിന്റെ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതല്ല. നിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ നടത്തിയിട്ട് എനിക്ക് വേഗം വീട്ടിൽ പോണം. ഒന്നാമത് ഞങ്ങടെ വരില്ല എന്ന് കരുതിയതാ ഞാൻ. അങ്ങനത്തെ ആണല്ലോ അച്ഛനും മകനും കൂടി കാട്ടി വെച്ചേക്കണ്. ആർക്കും വേണ്ടാത്ത ആ കുണ്ടിലെ പുല്ലും കൂടി മുളയ്ക്കാത്ത സ്ഥലം നമുക്ക് എഴുതി വെച്ചിട്ട് നല്ലതൊക്കെ എഴുതിയെടുത്തിട്ട് എനിക്കെന്താ കിട്ടിയത്? നിനക്ക് പിന്നെ ടൗണിൽ 5 സെന്റ് അല്ലേ? പിന്നെ ആർക്കും വേണ്ടാന്ന് 5 സെന്റ് ഞാനായിട്ട് ചെയ്തൊന്നല്ല ഏട്ടാ. ഓതി കൊടുക്കാൻ വേറെ ആൾക്കാരുള്ളപ്പോ ഇതല്ല, ഇതിലപ്പുറം നടക്കും. അങ്ങനെ പറയില്ലേ ചേച്ചി. നീ ഒന്നും ഉണ്ടാക്കണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത എന്റെ ഇടക്കറണത്. അതിവിടെ ചേട്ടനനുസന്മാര് തമ്മിൽ തീർത്തോളും. നീ എപ്പോഴും പുറത്തുനിന്ന് വന്നു കയറിയാളാ. അവർക്ക് ആ സാധനം തന്നെ കിട്ടുള്ളൂ. ഏട്ടാ, ഒരു പെങ്ങളല്ലേ ഉള്ളൂ ഞാൻ. ഇവൻ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് അന്വേഷിച്ചൂടെ? ചേച്ചി എന്തെടുക്കാണ്? ഞാനും കുട്ടികളും അവിടെ ഒറ്റയ്ക്കല്ലേ. ഞാൻ വിളിക്കാത്ത പ്രശ്നം? ആ അതെ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ടേ ചേച്ചി എപ്പോഴെങ്കിലും? നിന്റെ കയ്യിൽ ഇപ്പൊ അതായതുകൊണ്ട്. ആ അപ്പൊ അങ്ങനെ പറ. എല്ലാവർക്കും ഉണ്ട് കുഴപ്പങ്ങള്. ഞാൻ മാത്രം ചെയ്തല്ല. കുട്ടികളാ ക്ലാസ്സിൽ പോയി പഠിക്കണൊക്കെ ഉണ്ടാ? LKG-ലാണ്. ചേട്ടാ ഇപ്പൊ അതൊന്നും പറഞ്ഞു നിൽക്കല്ലേ. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. ഇപ്പൊ എന്തിനാ വന്നപ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കഴിച്ചിട്ട് പോവാം. ചായ കുടിക്കാനാ വന്നേ ഞങ്ങള്? ഞാൻ ഇവിടെ വന്നു അവളെ അറിഞ്ഞാൽ തന്നെ ആകെ പ്രശ്നം. അവളെ അറിയാണ്ടാ ഞാൻ വന്നേക്കണ്. ചേട്ടാ ഇനിയിപ്പോ വെറുതെ വഴക്കൂടാതെ പോവാന്നാ. ഇപ്പൊ എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്താ വേണ്ടിപ്പോ? ഉണ്ടായിട്ടല്ല ഇതുവരെ വന്നിട്ട് നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ലല്ലോ. നീ എന്നെ ഒന്ന് കണക്കാക്കിക്കണ അങ്ങനെയല്ലടാ. ഇപ്പൊ നീ മനസ്സിലായിക്കോ എന്തൊക്കെ ഉണ്ടായി. ഒരു ആവശ്യം വന്നാൽ ഏട്ടനെ ഉണ്ടാവുള്ളൂ. നീ നേരെ വരെയായിട്ട് ഒന്നും വിളിച്ചിട്ടില്ല. അത് നടക്കാങ്ങോട്ട് വിളിക്കാം. ഞാൻ അങ്ങനെയൊന്നല്ല അവനെ വളർത്തിയത്. ഞാനൊന്നും ഈ സമയത്ത് പറയില്ല. കാരണം എന്താ അറിയോ, മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടല്ലോ. ആ അങ്ങനെ ഒരു മരണ വീട്ടിൽ നിന്നിട്ട് ചേട്ടനനുജന്മാരൊന്ന് വഴക്കൂടുന്ന നാട്ടുകാർ കണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ മിണ്ടാത്തത്. ആ അച്ഛൻ മരിക്കും ചെയ്തു, ഏട്ടനെ ചവിട്ടി പുറത്താക്കും. ഈ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു. ഇപ്പൊ എന്തുണ്ടായി? എന്താ വേണ്ട? അവിടെ അച്ഛൻ പണയം വെച്ചിട്ടുള്ള ഒരു ഇതിന് വേറെ അവകാശികളില്ല എന്നുള്ള എഴുതിയിരുന്നു. ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സന്തോഷായി. ഇനി അവകാശമില്ലാന്നും കൂടി എഴുതി തന്നെ പോരെ? ചെയ്തരാടാ വാ. ചേട്ടാ അതുകൊണ്ടല്ലേ ഇവളുടെ വളയാണ് അച്ഛൻ കൊണ്ടേ പണയം വെച്ചിട്ടുള്ളത്. നീ വെറുതെ സംസാരിച്ചു കണ്ട വാട്. ചേട്ടാ കാടി എന്താ ഈ പേപ്പറുകളൊക്കെ കിട്ടിയോ? ഡെത്ത് സർട്ടിഫിക്കറ്റ്, മുദ്രപത്രം. അപ്പോൾ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒത്തു അല്ലേ? ശരിയാക്കാൻ പറയാം. എനിക്ക് പോകണം. എനിക്കും പോണോന്ന് ഇപ്പൊ കഴിഞ്ഞേച്ചി. അല്ല സഹോദരങ്ങള് ഞാൻ മൂത്താള്, ഇതെന്റെ നേരെ താഴെയുള്ളത് ഇവളേത്. ഈ പണ്ടെടുക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾക്കോ? ഇല്ല. ശരി. അപ്പൊ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, എന്താണ് ഈ വളം എടുക്കുന്നതാണല്ലോ അല്ലേ? അതെ അതെ എടുക്കണം. വല്ല കുഴപ്പമുണ്ടോ? ഏയ് കുഴപ്പമൊന്നുമില്ല. കാര്യജാതാ ഇവരുടെ ഫയലും കൂടെ എടുത്തോളൂ. നമ്പർ ഒന്ന് പറയൂ സാർ. 416. 10,000 വിലയാണേ. അച്ഛൻ 5,000 വെച്ചതേ. അത് നമ്മൾ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഇപ്പം പെട്ടേനെ, അവർക്ക് കിട്ടിയേനെ. അതെടുക്കണേന്റെ വിഷമാ.